നമസ്കാരം. ഓട്ടോകാഡ് ട്യൂട്ടോറിൻ്റെ മൂന്നാം ഭാഗത്തേക്ക് സ്വാഗതം. കഴിഞ്ഞ ഭാഗങ്ങൾ കാണാത്തവർ എത്രയും പെട്ടെന്ന് തന്നെ ഇതിൻ്റെ മറ്റു ഭാഗങ്ങൾ എത്രയും പെട്ടെന്ന് കാണണമെന്ന് പറയുന്നു. അത് കണ്ടാലും മാത്രമേ ഈ ഭാഗത്തിലേക്കുള്ള ഇത് എനിക്ക് പെട്ടെന്ന് മനസ്സിലാവുള്ളൂ. കഴിഞ്ഞ ഭാഗങ്ങളിൽ നമ്മൾ പറഞ്ഞത് എങ്ങനെ നമുക്ക് അത് ഓഫ്സെറ്റ് ചെയ്തിട്ട് പ്ലാൻ വരക്കാം, എങ്ങനെ നമുക്ക് അത് ലൈൻ ട്രിം ചെയ്യാം, ആവശ്യമുള്ള ഭാഗങ്ങൾ ഡിലീറ്റ് ചെയ്യാം എന്നെല്ലാം കഴിഞ്ഞ ലക്കത്തിൽ പറഞ്ഞു. ഇതിൽ നമ്മൾ പറയുന്നത് എങ്ങനെ നമുക്ക് ഇതിൽ വിൻഡോ ഫിറ്റ് ചെയ്യാം എന്നതാണ്. അതിനു മുന്നേ തന്നെ നമ്മൾ ഇവിടെ ഒരു സ്റ്റെയർകേസ് കോണിയുടെ ഒരു ഇത് ചെയ്യേണ്ട ആവശ്യമുണ്ട്. അത് ഞാൻ ഇവിടെ ചെയ്യുന്നു. അതിന് തന്നെ ഞാനത് ചെയ്യുന്നു. ശേഷം ഞാനിവിടെ ഓഫ്സെറ്റ് അടിക്കുന്നു. ശേഷം 90 ശേഷം ഇവിടേക്ക് ഞാൻ ഓഫ്സെറ്റ് ചെയ്യുന്നു. അതിനുശേഷം ഞാൻ ഇവിടെ ഇതിനെ 2 സ്റ്റെയർകേസ് ചെയ്തിരിക്കുന്നു. ഇവിടുന്ന് ഏകദേശം ഇവിടുന്ന് കണ്ട് ഒരു 90 ഹൈറ്റിൽ തന്നെ ഇവിടേക്ക് ഒരു എടുക്കുന്നു. അതിനുശേഷം ഈ ഭാഗം ഞാൻ ട്രിം ചെയ്യുന്നു. ട്രിം ചെയ്ത ശേഷം ഇവിടുന്ന് ഏകദേശം ഒരു സ്റ്റെപ്പ് ഏകദേശം 30 സെൻറ്റിമീറ്റർ വരുന്നത് 30 ഞാൻ ഓഫ്സെറ്റ് അടിച്ച ശേഷം കൊണ്ടുവരുന്നു. ശേഷം ആവശ്യമുള്ള ഭാഗങ്ങളെല്ലാം ട്രിം ചെയ്ത് കളയുക. പുതിയ ഓൾറെഡി എല്ലാ സ്റ്റെപ്പിൻ്റെതും 30 വരുന്നത്. ഇതിൻ്റെ നടക്കുന്ന പാതൻ്റെത് ഇവിടെ 90 വരുന്നത്. പുതിയുള്ളതാണ്. നിങ്ങളുടെ പ്ലാനിനനുസരിച്ച് തന്നെ അതിൻ്റെ സ്റ്റെപ്പിന് കൊടുക്കുക. ഇനി നമുക്ക് എങ്ങനെ ഇവിടെ അതിൻ്റെ ഡോറിൻ്റെ സിമ്പിൾ എന്ന് അതല്ലെങ്കിൽ നമുക്ക് ജനലിൻ്റെ സിമ്പിൾ ഫിക്സ് ചെയ്യാം എന്നുള്ളതാണ് ഞാൻ ഇവിടെ കാണിക്കുന്നത്. അത് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത്, ഇവിടെ നിങ്ങൾ മിഡ് പോയിൻ്റ് എന്നത് ഓൺ ആണെന്ന് നിങ്ങൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത്. എന്ന് വെച്ചാൽ നമ്മൾ ഇവിടെ ഇപ്പോൾ ലൈനിലേക്ക് നമ്മൾ ഡ്രാഗ് ചെയ്യുമ്പോൾ മിഡ് പോയിൻ്റ് ഓൺ ആണോ എന്ന് നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത്. മിഡ് പോയിൻ്റ് ഓൺ ചെയ്യാൻ വേണ്ടി നമ്മൾ F6 മിഡ് പോയിൻ്റ് ആണ് ആദ്യം ചെയ്യേണ്ടത്. മിഡ് പോയിൻ്റ് ഓപ്പൺ ചെയ്യാൻ വേണ്ടി തന്നെ നിങ്ങൾ F3 ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇവിടെ ഓട്ടോമാറ്റിക്കലും ഈ ചിഹ്നം നമ്മൾ ഈ ചിഹ്നം ക്ലിക്ക് ചെയ്യുക, അല്ലെങ്കിൽ F3 ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നമ്മൾ ലൈന് L ക്ലിക്ക് ചെയ്യുക, സെൻറ്റർ അടിക്കുക. അതിനുശേഷം നമുക്ക് വേണ്ട ഒബ്ജക്റ്റിൻ്റെ ഇടത്തേക്ക് ജസ്റ്റ് ഒന്ന് മൗസ് കൊണ്ടുവച്ചാൽ നമുക്ക് ഇതിൻ്റെ മിഡ് പോയിൻ്റ് ഇവിടെ ഓട്ടോമാറ്റിക്കലി ഇപ്പോൾ ഇവിടുന്ന് മുതൽ ഇതുവരെയുള്ളതിൻ്റെ മിഡ് പോയിൻ്റ് ഇതാണ്. അപ്പോൾ നമുക്ക് ജനറലായിട്ടുള്ള ഫിക്സ് ചെയ്യുന്ന ഒരു മെത്തേഡാണ് ഇവിടെ പറഞ്ഞിരുന്നത്. അപ്പോൾ ഇങ്ങനെ മിഡ് പോയിൻ്റ് ഓപ്പൺ അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഈ മിഡ് പോയിൻ്റ് ഇതിലെടുത്ത് റൈറ്റ് ബട്ടൺ സെറ്റിങ്സ് എടുത്തതിന് ശേഷം ഇവിടെ ഈ മിഡ് പോയിൻ്റ് അൺടിക്ക് ആയിരുന്നെങ്കിൽ അത് ടിക്ക് ചെയ്യുക. ഓട്ടോമാറ്റിക്കലി ചില ഓട്ടോകളിൽ ഓട്ടോമാറ്റിക്കലി ഇപ്പോൾ ഇങ്ങനെ ആയിരിക്കുമ്പോൾ അതിൽ അതിനെ ഓൾ സെലക്ട് എടുത്തതിന് ശേഷം ഓക്കെ കൊടുക്കുക. ആ മിഡ് പോയിൻ്റ് വരും. ഈ മിഡ് പോയിൻ്റ് വന്നതിന് ശേഷം നിങ്ങൾ മിഡ് പോയിൻ്റ് ക്ലിക്ക് ചെയ്ത ശേഷം നിങ്ങൾ ഇവിടേക്കോ താഴോട്ട് ഒരു ലൈൻ വരക്കുക. ലൈൻ ഇവിടെ വരക്കുന്നു. ഈ ലൈൻ ഇവിടെ വരച്ചതിന് ശേഷം ഞാൻ നെക്സ്റ്റായി ചെയ്യുന്നത് ഈ പ്ലാൻ, ഈ ഹൗസ് പ്ലാൻ ഇതെല്ലാം വാളാണ് ഇപ്പോൾ ഇവിടെ കാണുന്നത്. ഈ വാളിനെല്ലാം ഒരൊറ്റ ലെയറിലേക്കാണ് കൊണ്ടുവരുന്നത്. അതിന് ശേഷമാണ് ഞാൻ വിൻഡോയുടെ കാര്യം പറയുന്നത്. അതിനകത്ത് ലെയർ പറയുന്നു. ഈ ലെയറെല്ലാം തന്നെ ഒരൊറ്റ വിൻഡോക്കാണ് ഞാൻ ഈ വാളെല്ലാം ഒരൊറ്റ ലെയറിലേക്ക് ഫിക്സ് ചെയ്യുന്നു. അതിനുവേണ്ടി നിങ്ങൾ അതെടുക്കേണ്ടത് L എന്ന് ടൈപ്പ് ചെയ്യുക. അപ്പോൾ ലെയറിൻ്റെ ഇത് ഓട്ടോമാറ്റിക്കലി ഇപ്പോൾ ഇവിടെ ഒറ്റ ലെയറാണുള്ളത്. അപ്പം ഈ ബട്ടൺ ക്ലിക്ക് ചെയ്ത് ന്യൂ ലെയർ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ പുതിയ ലെയർ വരും. ആ ലെയർ നമ്മൾ പേര് ഞാൻ മറ്റേ വാൾ എന്ന് കൊടുക്കുന്നു. നിങ്ങൾ എന്ത് ചെയ്യുകയാണെങ്കിലും അത് ഓരോരോ ലെയറിലേക്ക് ആക്കി വെക്കുക. അതിപ്പോൾ വിൻഡോ ആയാലും അത് വാളായാലും
മറ്റുള്ള സിറ്റ് ഔട്ട് അല്ലെങ്കിൽ ടെക്സ്റ്റ് എന്തെങ്കിലും അതൊരു വാളിലേക്ക് സെലക്ട് ചെയ്ത് വെക്കുക. അപ്പോൾ ഞാനിപ്പോൾ ഈ ഇവിടെ നെയിം കൊടുക്കുന്നു. അതിന് ശേഷം ഞാൻ അതിന് വാളിൻ്റെ കളർ ഞാൻ ഈ വൈറ്റിൽ നിന്ന് പിക്ക് ചെയ്തതിന് ശേഷം ഞാനിവിടെ ഇപ്പം ഏകദേശം ഒരു നീല കൊടുക്കുന്നു, ഷോക്കെ കൊടുക്കുന്നു. ശേഷം ഞാനിവിടെ അത് ക്ലോസ് ചെയ്യുന്നു. ഇതിന് ശേഷം ഞാൻ ഇതെല്ലാം മറ്റൊരു സെലക്ട് ചെയ്ത ശേഷം ഇവിടെ മുകളിലുണ്ടാവും, ഇതാണ് ഇതിൻ്റെ ലെയറിൻ്റെ ഇത് ഞാൻ ക്ലിക്ക് ചെയ്ത ശേഷം ഞാൻ വാളിലേക്ക് ഈ ലെയറെല്ലാം വാളിലേക്ക് കൊടുക്കുന്നു. ശേഷം വാൾ ക്ലിക്ക് ചെയ്ത ശേഷം ഈ വാൾ ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ ഓട്ടോമാറ്റിക്കലി ഈ ലെയറെല്ലാം വാളിലേക്ക് പോയി കാണാം. ഓട്ടോമാറ്റിക് ഈ ലെയറെല്ലാം വാളിലേക്ക് പോയി. അതുകൊണ്ടാണ് ഈ ലെയറെല്ലാം നീല കളറാണ്. ഇതിന് ശേഷം ഞാൻ ഈ സ്റ്റെയർ കേസിൻ്റെ കളറെല്ലാം ഞാൻ ഇതെല്ലാം ഞാൻ മറ്റൊരു വാളിലേക്ക് ആക്കുന്നു. അതിനുശേഷം ഞാൻ എല്ലാം അടിക്കുന്നു, ന്യൂ ലെയർ ക്രിയേറ്റ് ചെയ്യുന്നു, ഞാൻ സ്റ്റെപ്പ് കൊടുക്കുന്നു. പിന്നെ ഞാൻ മറ്റൊരു ലെയർ ഉണ്ടാക്കുന്നു, വിൻഡോൻ്റെ ലെയർ ഉണ്ടാക്കുന്നു. വിൻഡോ കൊടുക്കുന്നു. അതിനുശേഷം ഞാൻ ക്ലോസ് ചെയ്യുന്നു. അതിനുശേഷം ഞാൻ അതിന് കളർ സെറ്റ് ചെയ്യുന്നു. അത് വിൻഡോതിൻ്റെ ഞാനൊരു മഞ്ഞ കൊടുക്കുന്നു കളർ. സ്റ്റെപ്പിൻ്റെ കളർ ഞാനൊരു കൊടുക്കുന്നു, ക്ലോസ് അടിക്കുന്നു. അതിനുശേഷം ഞാൻ ഈ സ്റ്റെപ്പ് സെറ്റ് ചെയ്യുന്നു. അതിനുശേഷം ഞാൻ സ്റ്റെപ്പിലെ വാളിൽ ലെയർ നിങ്ങൾ ഓരോരോ പ്രത്യേകം അത് ഓരോരോ ലെയറിലേക്ക് ആക്കി വെക്കണം. കാരണം നമുക്കിപ്പോൾ ഈ സ്റ്റെപ്പ് ഇവിടെ ഹൈഡാണെന്നുണ്ടെങ്കിൽ ഒന്നെങ്കിൽ ഇപ്പോൾ നമ്മളിങ്ങനെ ഡിലീറ്റ് നിൽക്കേണ്ട ആവശ്യം വരും. ഇങ്ങനെ ഡിലീറ്റ് നിൽക്കാത്ത മറ്റൊരു രീതി തന്നെ ഇത് ഹൈഡ് ആക്കണമെങ്കിൽ നിങ്ങൾ അത് ഇവിടെ പോയതിനു ശേഷം ഇവിടെ സ്റ്റെപ്പ് ചെയ്യുന്നതിനുള്ള ഈ ബൾബിൻ്റെ ചിഹ്നം ക്ലിക്ക് ചെയ്ത ശേഷം പുറത്തേക്ക് അടിച്ചാൽ ഇത് ഓൾറെഡി ആ ലെയർ അവിടെ ഹൈഡായി എടുക്കും. എന്നുവെച്ചാൽ ഇവിടെ പോയിട്ട് ഓൺ ആക്കിയാൽ അത് ഓട്ടോമാറ്റിക് ഉണ്ടാവും. ഇതിന് ശേഷം ഞാൻ അടുത്തത് ചെയ്യുന്നത് ഒരു വിൻഡോ ക്രിയേഷനാണ്. വിൻഡോ ക്രിയേഷന് ശേഷം ഞാനിവിടെ എല്ലാം അടിക്കുന്നു, എൻ്റർ അടിക്കുന്നു. അതിന് ശേഷം ഇവിടെ പിക്ക് ചെയ്തതിന് ശേഷം ഞാനൊരു ഫിറ്റ് ഓർത്തോ മോഡ് എടുക്കുന്നു. അതിനുശേഷം ഞാൻ ഈ വിൻഡോൻ്റെ ഒരു ജനലിത് വരുന്നത് എടുത്തിരുന്നത് 50 വരുന്നത്. 50 അടിച്ചതിന് ശേഷം ഞാൻ ഏകദേശം ഇവിടെ വരുന്നതൊരു 3 വിൻഡോ ഡോറാണ്. അപ്പോൾ ഞാൻ മൊത്തം 150 വരുന്നുണ്ട്. അപ്പം മൊത്തം 150 അടിക്കുന്നു. 150 അടിച്ചതിന് ശേഷം ഞാൻ താഴോട്ടൊരു 20 അടിക്കുന്നു. അതിൻ്റെ 20 ആണ്. അതിന് ശേഷം ഞാനൊരു 150 അടിക്കുന്നു, പിന്നെ ഒരു 20 അടിക്കുന്നു. ഇതിന് ശേഷം ഞാൻ ഇവിടേക്ക് ലൈൻ അടിച്ചതിന് ശേഷം ഇവിടെ പിക്കിന് ശേഷം ഒരു 50 അടിച്ചതിന് ശേഷം മേപ്പോട്ട് 20, പിന്നെ 50, പിന്നെ ഒരു 20. ഈ മെത്തേഡ് ഇത് പല സിമ്പിളുമുണ്ട് ജനലിനെ സൂചിപ്പിക്കുന്ന. ഇത് സിമ്പിളാണ്. ഇത് പല സിമ്പിളുമുണ്ട്. ഓരോ ഓഫീസും വ്യത്യസ്ത സിമ്പിളാണ് ഉപയോഗിക്കാറ്. ചിലതിൽ ഇങ്ങനെ സിമ്പിൾ ഉപയോഗിക്കും, ചിലതിൽ നടുക്കൂടെ ഒരു ലൈൻ വെച്ചിട്ടുള്ള സിമ്പിൾ ഉപയോഗിക്കും, ചിലതിൽ ഈ നടുക്കുള്ള ശേഷം ഇവിടേക്കുള്ള 2 ഇങ്ങനെ സിമ്പിൾ ഉപയോഗിക്കും. പല സിമ്പിളാണ് പല ഓഫീസിലും ഉപയോഗിക്കുന്നത്. അപ്പം ഇങ്ങനെ ഇത് വരക്കാൻ മറ്റു മാർഗം എന്ന് വെച്ചാൽ നിങ്ങൾ REC ടൈപ്പ് ചെയ്യുക. REC ടൈപ്പ് ചെയ്തതിന് ശേഷം എൻ്റർ കൊടുത്തതിന് ശേഷം ഫസ്റ്റ് പോയിന്റ് പിക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾ ആദ്യം തന്നെ ഇതിൻ്റെ 3 വിൻഡോ ആണ്. അപ്പോൾ 150 കൊടുത്തതിന് ശേഷം ഞാൻ ആക്റ്റിൻ ടൈപ്പ് ചെയ്യുന്നു. അതിന് ശേഷം ഞാനൊരു കോമ കൊടുക്കുന്നു. അതിന് ശേഷം ഞാനൊരു 150 ടൈപ്പ് ചെയ്തതിന് ശേഷം അറ്റ് കൊടുക്കുന്നു. ശേഷം ഞാനൊരു ടൈപ്പ് ചെയ്യുന്നു. ഓക്കെ, REC ടൈപ്പ് ചെയ്യുന്നു. ശേഷം പോയിന്റ് പിക്ക് ചെയ്യുന്നു. അതിനുശേഷം ഞാൻ 150 എന്നുള്ളത് ഞാൻ ഇത് കൊടുക്കുന്നു. ശേഷം കോമ കൊടുക്കുന്നു. അതിനുശേഷം ഞാൻ എൻ്റെ ഇവിടുത്തെ 20 കൊടുക്കുന്നു. അപ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക് തന്നെ ഒരു വിൻഡോൻ്റെ ഇവിടെ കാണാം. അതിനുശേഷം ഇതിൻ്റെ 50-ൻ്റെ 2-3 ജനലായി തിരിക്കുന്നു. ജനലായി തിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ തന്നെ ലൈൻ എടുക്കുന്നു. അതിനുശേഷം ഞാൻ ഇവിടെ മിഡ് പോയിന്റിൽ എത്തിയതിന് ശേഷം ഞാൻ ഇവിടെ നിന്ന് ഓഫ്സെറ്റ് അടിച്ചതിന് ശേഷം ഞാൻ ഓഫ്സെറ്റ് മറ്റേ മെത്തേഡ് ഉണ്ട്, മെത്തേഡ് പറഞ്ഞുതരാം. ലൈൻ എടുത്തതിന് ശേഷം ഞാൻ ചെയ്ത പോകുന്നത് അതാണ് ഏറ്റവും സിമ്പിളായ മെത്തേഡ്. 150 അടിക്കുന്നു, പക്ഷേ 20 അടിക്കുന്നു. പലർക്കും പല മെത്തേഡാണ് ഇതിൽ ചെയ്യാനുള്ളത്.
ഞാൻ എൻ്റെ ഒരു മെത്തേഡാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. 150 തന്നെ അടിക്കുന്നു, മേലോട്ട് 20 അടിക്കുന്നു. ഏകദേശം ഞാൻ ഇവിടെ 50 3 ചെയ്യാനുള്ളത്, അത് 50 അത് സെറ്റ് ചെയ്യുന്നു. ഇതിപ്പോൾ ഒരു വിൻഡോ ആയി. ഈ വിൻഡോയിൽ ഞാൻ വിൻഡോൻ്റെ ലെയറിലേക്ക് കൊടുക്കുന്നു. അതിനുശേഷം ഞാൻ ഈ വിൻഡോ ഇവിടേക്ക് കോപ്പി ചെയ്യുന്നു. ഈ കോപ്പി ചെയ്യുന്ന മുന്നേ ഇവിടെ ഒരിക്കലും തന്നെ നമ്മൾ ഈ ലെയറിലേക്ക് ഈ വിൻഡോ കൊണ്ടുപോയി ഇടരുത്. ഈ വിൻഡോ കൊണ്ടുപോയി ഇടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഇവിടെ ഈ ഭാഗം നിങ്ങൾ ട്രിം ചെയ്തതിന് ശേഷം മാത്രമേ വിൻഡോ വെക്കാൻ പറ്റുള്ളൂ. അതിനുശേഷം ഞാൻ കാണിച്ചു തരാം. ലൈൻ എടുത്തതിന് ശേഷം ഇവിടെ മിഡ് പോയിന്റ് എടുക്കുന്നു. ലൈൻ എടുത്തതിന് ശേഷം ഇവിടെ മിഡ് പോയിന്റ് എടുക്കുന്നു. മിഡ് പോയിന്റിന് ശേഷം ഇവിടേക്ക് ഒരു ലൈൻ വരക്കുന്നതിന് ശേഷം ഇവിടേക്ക് ഇവിടേക്ക് 100ഉം ഇവിടേക്ക് ഒരു 50 ഞാൻ ഓഫ്സെറ്റ് ചെയ്യുന്നു. ഇവിടേക്ക് ഒരു അടിച്ച ശേഷം ഇവിടെ 100 എടുത്തിട്ട് ഇവിടേക്ക് ഒരു ഓഫ്സെറ്റ് അടിക്കുന്നു. ശേഷം ഇവിടേക്ക് ഒരു 20ഉം ഒരു 50ഉം ഓഫ്സെറ്റ് അടിക്കുന്നു. 150ന് ഞാനാണ് അടിച്ചതിന് ശേഷം ഞാൻ ഇവിടേക്ക് അത് മറ്റുള്ള ഭാഗങ്ങളിൽ ട്രിം ചെയ്യുകയാണ്. ഞാൻ ട്രിം ചെയ്ത ശേഷം ഞാൻ എന്ത് ചെയ്യുന്നു, ഇത് ഇവിടെ കോപ്പി ചെയ്ത് കൊടുക്കും. ഇങ്ങനെ ചാനൽ ഒന്ന് സൈഡിലേക്ക് വരച്ച ശേഷം ഇത് കോപ്പിയാണ് ചെയ്യേണ്ടി വേണ്ടത്. CO എന്ന് അടിച്ചാൽ കോപ്പീൻ്റെതാണ് വരുന്നത്. കോപ്പി അടിച്ച് എൻ്റർ അടിച്ചതിന് ശേഷം ഞാൻ ഇവിടെ ഈ ഇതിൽ പിക്ക് ചെയ്തതിന് ശേഷം ഞാൻ ഇവിടേക്ക് അതിവിടെ കൊണ്ടുവച്ചിട്ട് ഈ പോയിന്റിൽ തന്നെ ഞാൻ അത് പീക്ക് കൊടുക്കുന്നു. അപ്പോൾ അത് ഈ വിൻഡോ ഇവിടെ ഓട്ടോമാറ്റിക്കലി വന്നിരിക്കുന്നു. വിൻഡോ അതിനുശേഷം ഇവിടേക്കൊരു വിൻഡോ സെറ്റ് ചെയ്യാനുണ്ട്, ഇവിടേക്കൊരു വിൻഡോ സെറ്റ് ചെയ്യാനുണ്ട്. അപ്പോൾ അതെല്ലാം ഇതുപോലെ തന്നെ ചെയ്യുക. ലൈൻ അടിക്കുക, മിഡ് പോയിന്റ് സെറ്റ് ചെയ്തതിനു ശേഷം ഇവിടേക്ക് ഇവിടെ 25 ഓഫ്സെറ്റ് അടിക്കുക. ഓഫ്സെറ്റ് അടിക്കുക. ശേഷം ബാക്കിയുള്ള ട്രിം ചെയ്യുക. ഇവിടെ 3 വിൻഡോ ആണ് വരുന്നത്, അതുകൊണ്ടാണ് അവിടെ 25 എടുത്തത് കാരണം. പക്ഷെ ഇവിടെ ട്രിം ചെയ്യുന്നു. TR അടിക്കുന്നു, ഡബിൾ എൻ്റർ അടിക്കുന്നു, ട്രിം ചെയ്യുന്നു. മറ്റു ഭാഗമല്ല. ഈ ട്രിം ചെയ്തതിനു ശേഷം ഞാൻ എന്ത് ചെയ്യുന്നു, ഈ വിൻഡോ എടുത്തതിന് ശേഷം കോപ്പി ചെയ്യുന്നു. ഈ സൈഡ് പിക്ക് ചെയ്യുന്നതിന് ശേഷം ഇവിടെ സൈഡ് കൊണ്ട് കൊടുക്കുന്നു. ഇതുപോലെ തന്നെ ഇവിടെ ഞാൻ ഒരു ജാലി ഫിറ്റ് ചെയ്യുന്നു. മറ്റു ഭാഗം ട്രിം ചെയ്യുന്നു. ഭാഗം കോപ്പി ചെയ്യുന്നു. CO അടിച്ച് ഇവിടെ ശ്രദ്ധിക്കേണ്ടത്, ഇവിടെ എല്ലാം വിൻഡോ എല്ലാം ഓട്ടോമാറ്റിക്കലി നമ്മൾ ഇവിടെ നേരെ ഡ്രാഗ് ചെയ്തിട്ടുണ്ട് വെച്ചാൽ ഇവിടെ നേരെ തിരിച്ചാണ് ഇവിടെ വിൻഡോ വരുന്നത്. ഇങ്ങനെ ക്രോസ് ആയിട്ട് വിൻഡോ വരുന്നത്. അപ്പം ഇത് തന്നെ നമുക്ക് റൊട്ടേറ്റ് ചെയ്യാനുള്ള മെത്തേഡുണ്ട്. അതായത് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, ഇത് കോപ്പി ചെയ്തതിനു ശേഷം CO അടിച്ച് കോപ്പി ചെയ്തതിനു ശേഷം പുറത്തേക്ക് കൊണ്ട് വെക്കുക. കാരണം ഈ വിൻഡോ തന്നെ ഇവിടെ ഫിറ്റ് ചെയ്യേണ്ട ആവശ്യമുള്ളതുകൊണ്ട് തന്നെ ഇതിൻ്റെ കോപ്പി എടുക്കുക. ഈ കോപ്പി എടുത്തതിന് ശേഷം ഇത് സെറ്റ് ചെയ്തതിനു ശേഷം RO റൊട്ടേഷൻ്റെ RO അടിച്ചതിന് ശേഷം എൻ്റർ അടിച്ചതിന് ശേഷം നിങ്ങൾ ഈ ഭാഗം വെച്ചിട്ട് ഇവിടേക്ക് വെച്ചാൽ ഓട്ടോമാറ്റിക് റൊട്ടേറ്റ് ആവും. ഇതിന് ശേഷം ഇത് ഞാൻ കോപ്പി ചെയ്യുന്നു. CO അടിച്ചതിന് ശേഷം കോപ്പി ചെയ്തതിനു ശേഷം ഇവിടെ പിക്ക് ചെയ്തതിനു ശേഷം ഞാൻ ഇവിടെ കൊടുക്കുന്നു. മറ്റെല്ലാം ഞാൻ ഡിലീറ്റ് ചെയ്ത് കളയുന്നു. അതിനുശേഷം പിന്നെ ഇവിടെ വരുന്നത്, ഇവിടെയാണ് ഒരു വിൻഡോ വരുന്നത്. വിൻഡോ എല്ലാം ഇവിടെ ചെയ്യുന്നത് പോലെ തന്നെ അപ്പോൾ ഇവിടെ വിൻഡോ വരുന്നുണ്ട്. വിൻഡോ ഇവിടെ ചെയ്യുന്നു. പിന്നീട് വിൻഡോ വരുന്നത് ഇവിടെയാണ്. ആ വിൻഡോ ഇവിടെ ചെയ്യുന്നതാണ്. ഭാഗം ട്രിം ചെയ്യുന്നു. അതിനുശേഷം ഞാൻ ഈ വിൻഡോ അവിടെ കൊണ്ടുവയ്ക്കുന്നു. സെറ്റ് ശേഷം കോപ്പി അടിക്കുന്നു.
വിൻഡോ ഇവിടേക്ക് വെക്കുന്നു, മറ്റൊരു വിൻഡോ ഇവിടെ ഫിറ്റ് ചെയ്യുന്നു. ഇത് ഞാൻ ഇവിടെ ഫിറ്റ് ചെയ്യുന്നു. ഓക്കെ, ഇപ്പോൾ നമുക്ക് ഈ വാളിൻ്റെ കളർ ഒന്ന് ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ലെയറിൽ തന്നെ പോയിട്ട് ഇപ്പോൾ നീലയുണ്ടെങ്കിൽ കളർ ചേഞ്ച് ചെയ്തിട്ട് ഞാനൊരു പച്ചക്ക് നോക്കിയെടുക്കുന്നു. പക്ഷെ ഞാനിതാ ഇവിടെ കളർ ചേഞ്ച് ചെയ്യുന്നു. ഇതിന് ശേഷം ഇവിടെ ഇതിലെങ്ങനെ ടെക്സ്റ്റ് ടൈപ്പ് ചെയ്യാം, അതിൻ്റെ ഹൈറ്റ് തന്നെ കൊടുക്കാം എന്നുള്ളതിന് നെക്സ്റ്റ് വീഡിയോയിലാണ് ഞാൻ ചെയ്യുന്നത്. അപ്പം ഈ വീഡിയോയിൽ എന്തെങ്കിലും നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ യൂട്യൂബ് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് സബ്സ്ക്രൈബ് മൈ യൂട്യൂബ് ചാനൽ.